ബഹുമാന്യനായിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്, അദ്ദേഹം ഒരു പ്രയോഗം നടത്തി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ശിഖണ്ഡിയെ മുൻനിർത്തി, അല്ലെ, കൗരവപ്പട, അങ്ങനെയാണോ പറയുന്നത്, ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട ചെയ്തതുപോലെയുള്ള യുദ്ധം വന്നവർ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, എന്റെ സുരേന്ദ്രേട്ട, നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ബാലരമയുടെ മറ്റേതുണ്ടല്ലോ, ബാലരമയെങ്കിലും ഒന്ന് വായിക്കണം. ഏത് ഇവിടെ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തത് പാണ്ഡവപ്പടയാണ്, കൗരവപ്പടയല്ല. മൂപ്പർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവഗാഹമില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള ബുദ്ധി. ദയവ് ചെയ്ത് ഇനി ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വരരുത്. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പഠിച്ചിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ പറയരുത്. ഇത് മാത്രമേ പറയുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബാക്കി പറയാനുണ്ട്. എന്തായാലും ഇന്നിപ്പോ മുഖ്യമന്ത്രിക്ക് വലിയ പരാതി. മുഖ്യമന്ത്രി പറയുന്ന ഒറ്റ കാര്യം, സന്ദീപ് വാര്യർ പറഞ്ഞതും ചെയ്തുമായ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണമെന്നാണ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പു തരാം, സന്ദീപ് വാര്യർ ഇന്നലെ വരെ പറഞ്ഞത്, മിനിഞ്ഞാന്ന് വരെ പറഞ്ഞത്, ഞാൻ അന്ന് വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രപരമായിരുന്നു. സത്യസന്ധമായി അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ആ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഈ സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഈ സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ ഞാൻ കടന്നു വന്നിട്ടുള്ളത്. CPM BJP വിട്ടാൽ CPM പോയിക്കൂടെ എന്ന് ചോദിച്ചവരോട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ആരെങ്കിലും വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോകുന്നത്, ഞാൻ ഈ ജയിലിൽ മോചിതനാണ്. 20 വർഷത്തെ ജീവപര്യന്തം അനുഭവിച്ച് മോചിതനാവാൻ വേണ്ടി വന്നയാളാണ് ഞാൻ. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി കിട്ടാൻ വേണ്ടി അപേക്ഷിച്ച ആളേ അല്ല. അതുകൊണ്ട് അതിനെനിക്ക് താല്പര്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിന്റെ കൊടിയെടുത്ത് വന്നിട്ടുള്ളത്. ഒരു തർക്കവും വേണ്ട. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പോയി ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കുന്ന പരിപാടികളുമായി കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഒരാളായി ഇന്നലെ മുതൽ എന്നെ സ്വീകരിച്ച ഈ പാലക്കാട്ടെ കേരളത്തിലെ ലക്ഷാവധി കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട്, UDF പ്രവർത്തകരുടെ മുന്നിൽ